കശ്മീർ ഭീകരാക്രമണത്തിന് ശേഷം കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് ഹാഷിം മൂസ. പാകിസ്ഥാന്റെ അർദ്ധസൈനിക വിഭാഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹാഷിം മൂസ എന്നയാളിലേക്കാണ് നിലവിൽ പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച ഇന്ത്യയുടെ അന്വേഷണം ചെന്നു നിൽക്കുന്നത്. ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് ഈ മുൻ പട്ടാളക്കാരാണെന്ന് ഇന്ത്യൻ അന്വേഷകർ വെളിപ്പെടുത്തുന്നു. ഗറില്ല യുദ്ധമുറകളിൽ പ്രാവീണ്യമുള്ള ആളാണ് ഹാഷിം മൂസ എന്നാണ് ലഭ്യമായ വിവരങ്ങൾ പറയുന്നത്. പാകിസ്ഥാന്റെ പ്രത്യേക സൈനിക വിഭാഗമായ SSGIയിൽ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു മൂസ. പാരമ്പര്യേതര യുദ്ധമുറകളാണ് ഈ സൈനിക വിഭാഗത്തിന്റെ ഒരു പ്രധാന മേഖല. ഇത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കളെ നേരിടാൻ പ്രയോഗിക്കുന്ന യുദ്ധതന്ത്രങ്ങളാണ്. ഒളിപ്പോരുകളും നുഴഞ്ഞുകയറ്റവും ഗറില്ല യുദ്ധതന്ത്രങ്ങളും രഹസ്യ പ്രവർത്തനത്തിലൂടെ ശത്രുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കലും സൈബർ ആക്രമണം നടത്തലും ശത്രുരാജ്യത്തെ വിമതരെ സഹായിക്കലുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ പിടിയിലായ ഭീകരർക്ക് വിവരങ്ങൾ എത്തിച്ചു നൽകുന്ന ഒരാളിൽ നിന്നാണ് മൂസയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷകർ സംഘടിപ്പിച്ചത്. പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരർക്ക് കാശ്മീരിൽ താവളമൊരുക്കി വന്നത് ഇവരാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് പട്ടാളത്തിന്റെ കൈകളുണ്ടെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നുള്ള അനുമാനം. പഹൽഗാമിന് സമാനമായ രീതിയിൽ 2024 ഒക്ടോബറിലും ഒരു ആക്രമണം നടന്നിരുന്നു. അടുത്ത കാലത്ത് നടന്ന 3 ഭീകരാക്രമണങ്ങളിൽ മൂസയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്നാണ് അന്വേഷകർ കരുതുന്നത്. ഹാഷിം മൂസ, അലിഫായ് എന്നീ 2 പാകിസ്ഥാൻകാരും ആദിൽ തോക്കർ, ആസിഫ് ഷെയ്ഖ് എന്നീ 2 ഇന്ത്യക്കാരുമാണ് പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. പാകിസ്ഥാൻ സൈന്യം മൂസയെ പുറത്താക്കിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുടർന്ന് ഇയാൾ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയിൽ അതായത് LETയിൽ ചേർന്നു. 2023 സെപ്റ്റംബറിലാണ് മൂസ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതെന്നാണ് അന്വേഷകർ കരുതുന്നത്. പാക് സേനയിൽ നിന്നുള്ള പുറത്താക്കൽ യാഥാർത്ഥ്യത്തിൽ ലഷ്കറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നു എന്നാണ് അനുമാനം. കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയ ഹാഷിം മൂസ ശ്രീനഗറിനടുത്തുള്ള ബുദ്ഗാം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് തന്നെയാകാം മൂസയെ ലഷ്കർ-ഇ-തൊയ്ബയിൽ ചേർത്തിരിക്കുകയെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനുള്ള മറയായിരിക്കാം പട്ടാളത്തിൽ നിന്നുള്ള പുറത്താക്കൽ. ഒളിയുദ്ധത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള ആളാണ് ഹാഷിം മൂസ. ഇയാൾക്ക് ആയുധങ്ങളില്ലാതെ പോരാടി നിൽക്കാൻ കഴിവുണ്ട്. അത്യാധുനിക ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഹാഷിം മൂസ വിദഗ്ധനാണ്. പാകിസ്ഥാൻ കാശ്മീരിൽ പ്രവർത്തിപ്പിക്കുന്ന വിവിധ ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു മൂസ.